ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീംസ് വിത്ത് മീ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ഡെയിലി ഉള്ള ആക്ടിവിറ്റീസാണ് ഞാൻ ഇതിലൂടെ ഷെയർ ചെയ്യുന്നത്. എൻ്റെ ഒരു ദിവസമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാറ്. അപ്പോൾ ഇഡ്ഡലിക്കാണ് കേട്ടോ ഇട്ടിരുന്നത്. ഇതെപ്പോഴും ഞാൻ മറന്നു പോകുന്നൊരു കാര്യമാണ് കേട്ടോ. കാരണം രാവിലത്തെ ഒരു ജോലിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കിച്ചണിലേക്ക് നമ്മളങ്ങനെ കയറാറില്ലല്ലോ. നമ്മൾ ഉഴുന്നൊക്കെ വെള്ളത്തിലിടുമ്പോൾ ഏകദേശം ഒരു 10-11 മണിക്ക് ശേഷമായിരിക്കുമല്ലോ നമ്മൾ ഇടുന്നത്. അപ്പോൾ ഞാൻ ഇക്കാര്യം എപ്പോഴും മറന്നു പോകട്ടോ. അപ്പോൾ അങ്ങനെ മറന്ന് വെക്കുന്നൊരു വിഭവമാണ് എൻ്റെ വീട്ടിൽ ഇഡ്ഡലിയും ദോശയും. അപ്പോൾ അരയ്ക്കുമ്പോൾ ഞാൻ കുറച്ചധികം തന്നെ അരയ്ക്കും കേട്ടോ. അപ്പോൾ നമുക്ക് 2-3 പ്രാവശ്യമൊക്കെ എടുക്കാവുന്ന രീതിയിൽ അങ്ങനെ അരയ്ക്കും. അപ്പോൾ അതിൻ്റെ ഒരു ചട്നിയാണ് കേട്ടോ ഞാനിവിടെ തയ്യാറാക്കുന്നത്. ചട്നി ഒരു സ്പെഷ്യൽ ചട്നിയാണ് കേട്ടോ. കാരണം നമ്മളിങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് ശേഷം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നി റെഡിയാക്കുന്നതാണ്. ആദ്യമൊക്കെ ഞാൻ തിളപ്പിച്ചാണ് കേട്ടോ തേങ്ങ അരച്ചത് എടുത്തിരുന്ന് വെച്ചത്. പിന്നെ അതിന് ശേഷം മനസ്സിലായി അങ്ങനെയല്ല ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ ഉണ്ടല്ലോ, തേങ്ങയിൽ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഉപ്പ് ഇതെല്ലാം ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കും കേട്ടോ. വല്ലാണ്ട് അരഞ്ഞു പോയില്ല. എന്നിട്ട് അതിലേക്ക് ഇതങ്ങോട്ട് താളിച്ചൊഴിക്കും. അതായത് ഉള്ളി, വറ്റൽമുളക്, വേപ്പില, പിന്നെ കുറച്ച് കളറിനായിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതങ്ങോട്ട് ഈ അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കും കേട്ടോ. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. ഞാനപ്പോൾ ഇതിന് മുന്നേ വേറെ രീതിയിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു നൊസ്റ്റാൾജിക് ഫീലോടുകൂടി ഞാൻ മുളക് ചമ്മന്തിയും കൂടി അരച്ചിട്ടുണ്ട്. പണ്ടൊക്കെ വീട്ടിലുണ്ടാക്കുമായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ അത്രയും ഫീൽ എനിക്ക് കിട്ടിയില്ല കേട്ടോ കഴിക്കുമ്പോൾ. അപ്പോൾ അതിനൊക്കെ ശേഷം ആഹിലിൻ്റെ സ്കൂളിലൊന്ന് പോകണമായിരുന്നു. ആഹിലിൻ്റെ യൂണിഫോം കിട്ടുന്ന ദിവസമാണ്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചതിന് ശേഷം കയ്യോടെ തന്നെ തയ്ക്കാനും കൊണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് തയ്ച്ചൊന്നും പെട്ടെന്ന് കിട്ടില്ലല്ലോ. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഇതെന്തായാലും പെട്ടെന്ന് തന്നെ തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൊടുത്തതിന് ശേഷം തിരിച്ച് ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ മീൻ വാങ്ങിച്ചിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. മീൻ വെച്ചിട്ട് ഒരുപാട് നാളായിട്ടോ. കാരണം നോയമ്പൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ നോയമ്പിന് മുന്നേ മുതൽ തന്നെ മീൻ വാങ്ങിക്കൽ നിർത്തിയതായിരുന്നു. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഒരു 1.5 മാസമൊക്കെ എത്തിയിട്ടാണ് കേട്ടോ മീൻ വാങ്ങിക്കുന്നത്. ചാളയും അയിലയും വാങ്ങിച്ചായിരുന്നു. അപ്പോൾ തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ വെച്ചേക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ വെക്കാനായിട്ട്. പിന്നെ അതുകൂടാണ്ട് കുറച്ചെടുത്ത് ഫ്രൈയും ചെയ്തിട്ടുണ്ട്. ചെറിയ മീനാണ് കേട്ടോ, ചെറിയ ചാളയാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ മീനോട് അത്ര അങ്ങോട്ട് ഇഷ്ടം ആർക്കും ഇല്ല കേട്ടോ. എല്ലാവരും ഇതേപോലെ ചിക്കൻ, ബീഫ് അതൊക്കെ തന്നെയാണ് ഇഷ്ടം. ആഹിലിന് പിന്നെ പൊതുവേ വെജിറ്റേറിയൻ ആണ്. അവൻ ആ ഒരു കാറ്റഗറിയിൽ പെടുത്താനേ പറ്റുള്ളൂ. കാരണം ഈ ഒരു വിഭവങ്ങൾ മീനാണെങ്കിൽ പോലും മര്യാദക്ക് കഴിക്കില്ല. പിന്നെ ഇഷ്ടമുള്ളത് ചിക്കനാണ്. അതും പ്രോപ്പറായിട്ട് കഴിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പച്ചക്കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഹസ്ബൻഡിനാണെങ്കിൽ ബീഫ് ഐറ്റംസിനോടാണ് കുറച്ചും കൂടി ഇഷ്ടം കൂടുതൽ. പിന്നെ അങ്ങനെ ഒരു കുറച്ച് ഗ്യാപ്പ് ഇട്ട് കഴിയുമ്പോഴാണ് നമ്മൾ മീൻ വാങ്ങിക്കാറ്. മീൻ അങ്ങനെ ഇവിടെ സ്ഥിരമല്ല. അപ്പം ഞാൻ ഉച്ചക്കത്തെ ലഞ്ചിനായിട്ട് മീൻ വറുത്തതും മീൻ കറിയും പിന്നെ ക്യാബേജ് വളർത്തിയതാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം അതൊക്കെ കൂട്ടി ഉച്ചക്കത്തെ ഫുഡ് എന്താ പറയുക, കുറേ നാൾക്ക് ശേഷം മീനൊക്കെ കൂട്ടി ഞങ്ങൾ കഴിച്ചു കേട്ടോ. അപ്പം ഇനിയിപ്പോൾ വൈകുന്നേരം ഇന്ന് ഫുൾ കുക്കിംഗ് ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. വീട്ടിലെ മറ്റ് ജോലികൾ അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. ക്ലീനിങ് ഉണ്ട്, വാഷിംഗ് ഉണ്ട്. പക്ഷെ അതൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞാൻ ഓർത്ത് കുറച്ച് അവലിരിക്കുന്നുണ്ട്. അപ്പോൾ അവലൊന്നും നനയ്ക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ തേങ്ങ ഓൾറെഡി നമ്മൾ ഫ്രീസറിൽ വെക്കുന്ന തേങ്ങയാണ്. അപ്പോൾ അത് കുറച്ച് മുന്നേ ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങയിൽ ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ശർക്കരപ്പാനി ആലിമിന് നമ്മൾ കുറുക്കുണ്ടാക്കാൻ വേണ്ടിയൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നേച്ചാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മിക്സ് നമ്മളുടെ അവലിലോട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവലും ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിനും കൂടി കൊണ്ടാണ് ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ വെള്ളവലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതൊന്ന് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവർക്കും അവൽ ഇഷ്ടമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എപ്പോഴൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ, വല്ലപ്പോഴൊക്കെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ചായക്ക് അങ്ങനെ അവൽ കൂട്ടി കഴിക്കും. അപ്പോൾ ആലിമിൻ്റെ കാര്യം ആലിമ കഴിക്കോ ഇല്ലെന്നൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. കാരണം കുറച്ചായി ഇപ്പോൾ അവലുണ്ടാക്കിയിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഈവനിങ്ങിന് ഇത് കഴിക്കാമെന്ന് ഓർത്ത് ഉണ്ടാക്കുന്നതാണ്.
ആഹിൽ കളിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. അവനൊരു 3:30 ആകുമ്പോഴത്തേനും ഫുട്ബോൾ കളിക്കാനായിട്ട് പോവും. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 6:30 ബാങ്ക് കൊടുക്കുന്ന സമയമൊക്കെ ആകുമ്പോഴാണ് കേട്ടോ വന്നത്. അപ്പോൾ നല്ല വിശപ്പും ഉണ്ടാവും. അപ്പം അന്നേരം അവനും കൂടി ഉള്ളത് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടത്തിൽ ഇതാ ചായയും കൂടി തിളപ്പിക്കുന്നുണ്ട്. ആലിമ ഇടയ്ക്ക് വെച്ച് ചായ കുടിക്കുമായിരുന്നു, പിന്നെ ഇടയ്ക്ക് വെച്ച് അത് നിന്നോട്ടോ. എന്നാലും അവനും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞ് ഗ്ലാസ്സിൽ അവനുള്ളതാണ്, കുറച്ച് മാത്രം മതി കേട്ടോ. ഇത്തിരിയേ കുടിക്കുള്ളൂ. ചായ എന്ന് പേരിന് മാത്രം പറയുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഹസ്ബൻഡ് അവിടെ ടി വിയും കണ്ടുകൊണ്ടിരുന്നിട്ടാട്ടോ കഴിക്കുന്നത്. ഏതോ ഒരു സിനിമ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനും ആലിമും കൂടി ഇരുന്ന് കഴിക്കാണ്ട്. ഇതിപ്പോൾ ആലിമ അംഗനവാടി വിട്ട് വന്നതാണ് കേട്ടോ. അംഗനവാടി വന്നതിന് ശേഷമാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കിയത്. പക്ഷേ ഇത് ആഹിലിന് വെച്ചതും കൂടി അവൻ കഴിച്ചു കേട്ടോ. കാരണം അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് ഇവൻ്റെ കുറച്ച് വികൃതികളാണ് കേട്ടോ. വൈകുന്നേരം ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ അവൻ ചെയ്തു കൂട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ടൊക്കെ കൊട്ടയുണ്ട്, അതെടുത്ത് തലയിൽ വെച്ചിട്ട് പിന്നെ അങ്ങനെ കുറച്ച് നേരം വെറുതെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഒന്നല്ലെങ്കിൽ ആഹിലായിട്ട് ഭയങ്കര തല്ലെടുത്തുമായിരിക്കും, അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ വീടും മുഴുവൻ ഇങ്ങനെ വലിച്ചു വാരിയിട്ടേക്കോട്ടോ ആലിമ വന്നു കഴിഞ്ഞാൽ. പിന്നെ ഇപ്പോൾ രാത്രിയിലെ ഫുഡാണ്. അപ്പോൾ രാവിലെ ഇഡ്ഡലി ആയിരുന്നല്ലോ, അപ്പോൾ മാവ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനപ്പോൾ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കറി ചട്നി ഇറക്കാൻ എനിക്ക് ഭയങ്കര മടിയായി. അപ്പോൾ ഞാനോട് തന്ന വേറൊരു സംഭവം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വേറൊരു രീതിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേപോലെ ദോശമാവിന് പരത്തിയതിന് ശേഷം ഈ ഒരു മിക്സ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു മിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5-6 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. മുട്ടയിൽ ക്യാരറ്റ്, സവാള, തക്കാളി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇതും ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് അരച്ചിട്ടില്ല കേട്ടോ. സവാളയൊക്കെ നമുക്ക് കാണുന്ന രീതിയിൽ എടുത്തിട്ടുള്ളൂ. എന്നിട്ടത് അതങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ഒന്ന് നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ തന്നെ ഹെവി ആണല്ലോ. അപ്പോൾ ഇതിന് കറിയുടെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമ്മളുടെ എഗ്ഗ് ദോശ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 പാൻ വെച്ച് ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. 2 പാൻ വെച്ചിട്ടാണ് ചെയ്യാറ്. പെട്ടെന്ന് ജോലി തീർക്കുക എന്നുള്ളതാണല്ലോ നമ്മളുടെ ലക്ഷ്യം. അപ്പോൾ അങ്ങനെ വേഗം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സംഭവം സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. സാധാരണ രീതിയിൽ ഞാൻ സവാളയും തക്കാളിയൊക്കെ ചേർത്ത് ഉണ്ടാക്കാറുണ്ട്. ആദ്യമായിട്ടാണ് ക്യാരറ്റും കൂടി ചേർത്ത് കേട്ടോ. ക്യാരറ്റ് നല്ലതാണല്ലോ എന്ന് ഓർത്ത് അതും കൂടി അങ്ങോട്ട് ചേർത്താണ്. അപ്പോൾ വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതും കൂടി അങ്ങോട്ട് മിക്സ് ചെയ്ത് ചേർക്കാം കേട്ടോ. നല്ല ഹെൽത്തി ആണല്ലോ ഇങ്ങനെ കഴിക്കുമ്പോൾ. അപ്പോൾ എന്തായാലും സംഭവം സൂപ്പറായിരുന്നു. നമുക്കപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2 എണ്ണം കഴിക്കുമ്പോൾ തന്നെ വയറ് നിറയും കേട്ടോ. അത്യാവശ്യം ഹെവിയാണ്. അപ്പോൾ ഇത്ര